SFIക്കാർ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് വലിയ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. SFIക്കാർ മാത്രമല്ല അക്രമം ചെയ്തത് എന്ന് പറയുന്നു. SFIയെ മാത്രമായി കുരിശേറ്റേണ്ട എന്ന് പറയുന്നു മുഖ്യമന്ത്രി. അതുമാത്രവുമല്ല, നവകേരള സദസ്സിന്റെ ഭാഗമായി DYFI പ്രവർത്തകർ കാട്ടിയ ഗൂണ്ടായുസത്തെ രക്ഷാപ്രവർത്തനം എന്ന് ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുകയും ചെയ്യുകയാണ് പിണറായി വിജയൻ. മഹാരാജാവല്ല എന്ന് പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുമ്പോൾ താൻ ജനങ്ങളുടെ ദാസനാണ് എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് അദ്ദേഹം ഗൂണ്ടായുസത്തെ രക്ഷാപ്രവർത്തനം എന്ന് വാഴ്ത്തുകയും ചെയ്യുന്നതിലെ കൗതുകവും ഇന്ന് നിയമസഭ കണ്ടു. SFIയുടെ ഭാഗത്ത് നിന്നും ഈയിടെയായി നിരന്തരം നമ്മൾ ഇത്തരം ചില കടുത്ത പ്രയോഗങ്ങൾ കേൾക്കുന്നു. കോളേജ് പ്രിൻസിപ്പലിനോട് 2 കാലിൽ നടന്നു പോവില്ല എന്നും ആശുപത്രിയിൽ പോകാൻ 2 ആംബുലൻസ് വേണ്ടിവരുമെന്നൊക്കെയുള്ള ഭീഷണിവാചകം മുഴക്കുന്ന SFI ഏരിയ സെക്രട്ടറിയെ കാണുന്നു. കാര്യവട്ടത്തും SFI പ്രവർത്തകർ പങ്കാളികളായ അക്രമ സംഭവങ്ങളുടെ കഥയാണ് ഇന്നലെ കേട്ടത്. ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷവും CPIM തിരുത്തും എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷവും CPIMന്റെ അതിനൊപ്പം നിൽക്കുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുന്നത് ധാർഷ്ട്യത്തിന്റെ ശബ്ദമാണോ? ഇന്ന് പിണറായി വിജയൻ ആവർത്തിച്ചുറപ്പിച്ച് പ്രതിപക്ഷത്തോട് പറയുന്നത് താൻ പറഞ്ഞതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നാണ്. അദ്ദേഹം ജനങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്, സ്വന്തം പാർട്ടിക്ക്, മുന്നണിക്കെല്ലാം കൊടുക്കുന്ന സന്ദേശം കൂടിയായി അത് മാറുന്നുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ M. നൌഷാദ് MLA CPIMൽ നിന്ന്, ഒപ്പം M. വിൻസെന്റ് MLA കോൺഗ്രസ് നേതാവ് എന്നിവരാണ് ഉള്ളത്. ആദ്യം നൌഷാദ്, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു താൻ ജനങ്ങളുടെ ദാസനാണ് എന്ന്. വിനീതവാചകമാണ് ഒരർത്ഥത്തിൽ അത്. അതേ മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന ഉണ്ടാവാൻ പാടില്ലാത്ത പൂച്ചട്ടി ഹെൽമറ്റ് അതിക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് മറച്ചുവെക്കുകയാണ്. അദ്ദേഹത്തിന് വണ്ടിയുടെ മുമ്പിൽ ചാടിയ ആളുകളെ മാറ്റുന്നു, അത് രക്ഷാപ്രവർത്തനം. പക്ഷെ അതിനുശേഷം അവരെ ആ മുന്നിൽ ചാടിയ ആളെ മാരകമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളമാകെ കണ്ടതാണ്. എന്ന് മാത്രമല്ല, ആ മർദ്ദനത്തിൽ പങ്കാളികളായ ആളുകൾക്കെതിരെ 1 ഡസനോളം DYFIക്കാർക്കെതിരെ കേരളത്തിൻ്റെ പോലീസ്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആ വകുപ്പിൻ്റെ പോലീസ് കൊലപാതക ശ്രമ കുറ്റം അടക്കമിട്ട് കേസിട്ടിരിക്കുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രി അതിനെ മാതൃകാ രക്ഷാദൗത്യം എന്ന് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം ആരെയാണ് കളിയാക്കുന്നത്? നൌഷാദ്, അല്ല, ആങ്കറുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് നിഷാദ്. നിഷാദേ, നിങ്ങളെപ്പോഴും കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവണത തുടരുകയാണ്. അദ്ദേഹം ജനങ്ങളുടെ മഹാരാജ എന്ന് വിളിച്ചപ്പോൾ ജനങ്ങളുടെ ദാസനാണ് ഞാനെന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് പ്രാധാന്യമില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഈ പറയപ്പെടുന്ന സംഭവം നേരത്തെ തന്നെ നിരവധി തവണ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവത്തിലും നിങ്ങൾ പറഞ്ഞത് SFIക്കാരുൾപ്പെട്ട അക്രമ സംഭവം എന്നാണ് താങ്കൾ അതിനെ വിശേഷിപ്പിച്ചത്. SFIക്കാർ മാത്രമാണോ? അതിൽ KSU SFI സംഘർഷം എന്ന് പറഞ്ഞാലും അതിനകത്തൊരു മാന്യതയുണ്ട്. പക്ഷെ നിങ്ങൾ SFIക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ പറഞ്ഞു SFIയുടെ ഭാഗത്തു നിന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ SFIയെ പ്രതിക്കൂട്ടിൽ നിർത്തി ബോധപൂർവം വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ആർഷോ മാർക്ക് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തു. അതിന് സത്യവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ പണ്ട് ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് SFI പ്രവർത്തിക്കുകയും പുറത്തു പോയി കഴിഞ്ഞാൽ SFIയുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്നവർ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുൻ SFI നേതാവ് എന്നുള്ള തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്നു. എന്നും SFI ആക്രമണം എന്നാണ് നിങ്ങൾ പറയുക. ഇവിടെ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ അവിടെ സംഘർഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ പുറത്തുനിന്ന് വന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ച് ഒരു പരാമർശവും ആരും എവിടെയും നടത്തുന്നില്ല. ആ മണ്ഡലം പ്രസിഡന്റ് സെക്യൂരിറ്റിക്കാരുമായി പ്രശ്നമുണ്ടാവുകയും അവിടെ കടന്നു വന്ന SFI യൂണിറ്റ് പ്രസിഡന്റിനെ ആദ്യം ഇവർ മർദ്ദിക്കുകയും തുടർന്ന് സ്വാഭാവികമായും SFI യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിക്കുന്നത് അറിഞ്ഞു വന്ന വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഈ തരത്തിൽ ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുക, പിന്നെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണ്? നിങ്ങൾ അതിൻ്റെ ഒരു അന്വേഷണം ഒന്ന് നടത്തുക. നമുക്ക് ഓർമ്മയുണ്ടല്ലോ സൈമൺ ബ്രിട്ടോയെ. എത്രയോ പതിറ്റാണ്ടുകൾ വീൽ ചെയറിൽ ജീവിക്കേണ്ടി വന്ന സഖാവ് സൈമൺ ബ്രിട്ടോ. എങ്ങനെയാണ് സൈമൺ ബ്രിട്ടോ അങ്ങനായി മാറിയത്? ആരാണ് ആ ആക്രമണം ചെയ്തത്? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാവായിരുന്ന
ജൂലിയസ് ഫെർണാണ്ടസിനെ കാല് വെട്ടിമാറ്റി മഴ ഉപയോഗിച്ചാണ് വെട്ടിമാറ്റിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹരി, ആ ഹരിയെ ക്യാമ്പസിലിട്ട് മർദ്ദിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വൃക്ക മാറ്റേണ്ടതായി വന്നു. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം. നിങ്ങൾ ആ ഒരു അന്വേഷണം കൂടെ നടത്തുക. പിന്നെ ക്യാമ്പസുകളിൽ ഇപ്പോ ധീരജിന്റെ കൊലപാതകം നിങ്ങൾ എവിടെ ചർച്ച ചെയ്തു? അതിന് യാതൊരു നമ്മളൊന്നും സങ്കല്പിക്കാത്ത തരത്തിൽ ഇരന്നു വാങ്ങിയത് എന്ന് ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തിയോ? എന്ത് ഒരു വാർത്ത, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ SFIക്കെതിരെ ബോധപൂർവം വാർത്തകൾ സൃഷ്ടിക്കുക. ഈ ക്യാമ്പസുകളിൽ ഏത് KSU നേതാവാണ് SFI പ്രവർത്തകരുടെ കൊലക്കത്തിക്കിരയായത്? പക്ഷേ നിരവധി SFI പ്രവർത്തകരാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ പലരും തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടവരാണ്. സഹവ് AK ബാലനെതിരെ ഉയർത്തിയ കത്തി തടഞ്ഞ് അത് നെഞ്ചിൽ ഏറ്റുവാങ്ങിയാണ് സഖാവ് അഷറഫ് മരണപ്പെടുന്നത്. മറന്നുപോകരുത്. അതുപോലെ തന്നെ സഹവ് G സുധാകരന്റെ അനുജനായിട്ടുള്ള സഹവ് ഭുവനേശ്വരൻ തല കീഴായി പിടിച്ച് ക്രൂരമായി അടിച്ചതിന്റെ ഭാഗമായി കാലിൽ പിടിച്ച്, നമ്മൾ പറയല്ലോ കാലിൽ പിടിച്ചടിക്കുക, ആ കാലിൽ പിടിച്ച് അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് തലച്ചോറ് തകർന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. എത്ര സഹവ് CV ജോസ്, സഹവ് പ്രസാദ്, പത്തനംതിട്ടയിലെ സഹവ് MS പ്രസാദിനെ തിരുവോണ ദിവസമാണ്, തിരുവോണത്തിന്റെ അന്നാണ് കൊലപ്പെടുത്തിയത്. ആരാണ്? ഇങ്ങനെ നിരവധി രക്തസാക്ഷികളുടെ കഥകൾ പറയാനുണ്ട്. ആ തരത്തിൽ ക്യാമ്പസുകളിൽ എന്നും ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് KSU തന്നെയാണ്. രക്തസാക്ഷികളാകേണ്ടി വന്നത് SFI പ്രവർത്തകരാണ്. പക്ഷേ നിങ്ങളിപ്പോൾ SFI പ്രവർത്തകരെ ക്യാമ്പസിൽ രക്തസാക്ഷികളുണ്ട് ചിത്രീകരിക്കുന്നത് എനിക്ക് തർക്കമില്ല. SFI പ്രവർത്തകർ ക്യാമ്പസിൽ രക്തസാക്ഷികളുണ്ട്. KSUക്കാർ പ്രതികളാക്കപ്പെട്ടതുണ്ട്. ഒരു കാലത്ത് KSUവിന്റെ വലിയ തേർവാഴ്ചയുടെ കാലം ഉണ്ടായിരുന്നു. ഒരു തർക്കമുള്ള കാര്യമല്ല. ധീരജന്റെ കൊലപാതകത്തിൽ നിഖിൽ പൈലി എന്ന കോൺഗ്രസ്സുകാരൻ പ്രതിയാണ്. എനിക്കൊരു തർക്കമില്ല. അതിൽ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള അങ്ങയുടെ വാദം വാസ്തവവിരുദ്ധമാണ് എന്നത് മാത്രം. ഞാൻ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് തർക്കമില്ല. ഞാനൊരു എതിർവാദം ഉന്നയിക്കുന്നില്ല. അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നൗഷാദ്, SFIക്കാർ ക്യാമ്പസിൽ അക്രമം നടത്തുന്നില്ലേ? കൊലപാതകത്തിലേക്ക് എത്തിയോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അക്രമം നടത്തുന്നില്ലേ? ആളുകളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നില്ലേ? അത്തരം സംഭവങ്ങളില്ലേ? ഒന്ന്. രണ്ടാമത്തേത്, കഴിഞ്ഞ ദിവസം SFI ഏരിയ സെക്രട്ടറി പ്രിൻസിപ്പലിന്റെ കാല് രണ്ടും തല്ലി ഒടിക്കും, കാലില്ലാതെ എഴഞ്ഞു പോവേണ്ടി വരും, 2 ആംബുലൻസ് വേണ്ടി വരും എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ് നൗഷാദ്, താങ്കൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ പാനലിസ്റ്റിനോട് മറുപടി പറയാം. സിവിൽ സൊസൈറ്റിയോട് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്താണ്? ഈ SFIക്കാരുടെ ഈ ഗൂണ്ടായിസ വർത്തമാനത്തെക്കുറിച്ച് സിവിൽ സൊസൈറ്റിയോട്, നിങ്ങൾക്ക് KSUക്കാരോടും കോൺഗ്രസ് പാനലിസ്റ്റിനോടും സംസാരിക്കുമ്പോൾ അവരുടെ കാര്യം പറഞ്ഞ് വാട്ട് അബൌട്ടറി പറയാം. നമ്മളോട് എന്താണ് പറയാനുള്ളത്? ആക്രമണത്തെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. സംഘടനാ പ്രവർത്തനം അത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പൊതുസമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്. ഒരു കാരണവശാലും ആക്രമണത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞങ്ങൾ അത് അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ ആ തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കും. നിയമപരമായി താങ്കളൊന്ന് ആത്മാർത്ഥമായി പറയും. യൂണിവേഴ്സിറ്റി കോളേജിൽ, മഹാരാജ് കോളേജിൽ, SFIക്ക് സർവാധിപത്യമുള്ള ക്യാമ്പസുകൾ എവിടെയെല്ലാം നമ്മൾ അക്രമത്തിന്റെ ഏകാധിപത്യ രൂപമുള്ള സംഘടനയുടെ പവർ കണ്ടിട്ടുണ്ട്? എത്ര നടപടിയെടുത്തു? എത്ര സംസ്കാരപരമായ മാറ്റം സംഘടനാ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു? അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ SFI ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിൻസിപ്പലിനോട്, അധ്യാപകനോട് 2 കാലും ഞങ്ങൾ എടുക്കുമെന്ന് മിനിഞ്ഞാന്ന് പ്രസംഗിക്കില്ല. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഗോത്രവീര്യത്തിന്റെ പവർ കാണിക്കാനാണ്. അല്ല നിഷാദ്, ഈ വർത്തമാനങ്ങളെ നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ സ്വാഭാവികമായും വികാരപരമായി അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടിൽ. അക്കാര്യത്തിൽ ഒന്നുമില്ല. പക്ഷേ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുള്ള, കേരളമൊട്ടാകെ തന്നെ സംഘടനയുള്ള, അതിൽ ചിലർ കാണിക്കുന്ന വിവേകപരമല്ലാത്ത പ്രവർത്തനത്തെ എടുത്തു കാണിച്ച് അത് സാമാന്യവൽക്കരിച്ച് ആ സംഘടനയെ ആക്ഷേപിക്കും.
സാമാന്യവൽക്കരിക്കുന്നതിന്റെ പ്രശ്നം കൂടി പറയാം നൗഷാദ്. ഞാൻ അപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചോദ്യം ഇതാണ് നൗഷാദ്. ഇന്ന് ഞാൻ താങ്കൾ പറഞ്ഞില്ലേ താങ്കൾ പറഞ്ഞു പഴയ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എടുത്തുകൊണ്ട് വന്ന് ചർച്ച ചെയ്യുകയാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് സംഘടനയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചിട്ടുള്ളത്? അല്ല, സംഘടനയുടെ പൊസിഷൻ എന്താണ്? ഞാൻ പറഞ്ഞ കേസുവിന്റെ ചോദ്യം നമ്മൾ അപ്പുറത്ത് ചോദിക്കും. സംഘടനയിൽപ്പെട്ടവരെ കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളവരെ നമ്മൾ അപ്പുറത്ത് ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം SFI കുറിച്ചാണ്. അല്ല, കേസുവിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കാൻ കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് താങ്കളോടാണ്. സിവിൽ സൊസൈറ്റിക്ക് SFI കുറിച്ചും CPM കുറിച്ചും അറിയേണ്ട കാര്യം അങ്ങയോടെ എനിക്ക് ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞു പിണറായി വിജയന്റെ പഴയ പ്രസ്താവന എടുത്ത് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എന്താണ്? മാതൃകാപരം എന്നാണ്. എന്ന് വെച്ചാൽ 14 DYFIക്കാർ അക്രമത്തിന് കേസെടുക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് മാതൃകാപരമാണെന്ന് പറഞ്ഞാൽ SFI ഏരിയ സെക്രട്ടറി അത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക? അക്രമകാരികളായി ചിത്രീകരിക്കണമെന്നുണ്ടെങ്കിൽ ആയിക്കോ. അല്ല, SFI ഏരിയ സെക്രട്ടറി ഞാൻ പറഞ്ഞത് ഇന്ന് SFI ഏരിയ സെക്രട്ടറി സംഘടന SFI ആണെന്നുള്ളത് നിങ്ങൾ മറന്നുപോകും. SFI മാത്രമൊന്നുമല്ല സർ, SFI മാത്രമൊന്നുമല്ല. നിങ്ങൾ ദീർഘകാലത്തിന് ശേഷം നിങ്ങൾക്ക് യൂണിയനും സർവകലാശാല യൂണിയൻ അടക്കം പോയിട്ടുള്ള ക്യാമ്പസുകൾ ഇവിടെ ഉണ്ട്, സർവകലാശാലകളുണ്ട്. അല്ല, നിങ്ങൾ ഈ ചോദിക്കുന്ന വികാരം ധീരജ് കൊല ചെയ്യപ്പെട്ടപ്പോ നിങ്ങളുടെ ഈ വികാരം ഞാൻ കണ്ടില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ നറേറ്റീവും തെറ്റായ പ്രചാരവുമാണ്. ധീരജിന്റെ കൊലപാതകം ചർച്ച ചെയ്തിട്ടില്ല എന്നത് തെറ്റായ വാചകമാണ്. ഈ വികാരം അത് ഞാൻ ഏകപക്ഷീയമാണ് താങ്കളുടെ വിമർശനം രേഖപ്പെടുത്തി പറഞ്ഞ തരത്തിൽ നിങ്ങൾ ആക്ഷേപിച്ചിരുന്നു എങ്കിൽ ശരി. മാധ്യമങ്ങൾ ഏകപക്ഷീയമാണെന്ന് താങ്കളുടെ ആക്രമണത്തെ ഒരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യാൻ മുഖ്യമന്ത്രി അടക്കം പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റിയെടുക്കുന്ന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇന്ന് മുഖ്യമന്ത്രി നോക്കൂ, 12 13 DYFI നേതാക്കൾ 12 13 DYFI നേതാക്കൾ നിങ്ങൾക്ക് 12 13 DYFI നേതാക്കൾ പ്രതികളാക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് പോലും മുൻവിധിയോട് കൂടിയിട്ടുള്ള നിലപാടാണ് താങ്കൾക്കുള്ളത്. ശരി, എനിക്ക് മുൻവിധിയാണ്, വിവേചനമാണ് ഈ നിലപാട് മാറ്റുക. ശരി, ആ വിമർശനം ഈ ചർച്ചയിൽ നമ്മൾ രേഖപ്പെടുത്തി. ശരി, ആ വിമർശനം രേഖപ്പെടുത്തി. ആളുകൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം ഇതാണ്. 14 DYFI പ്രവർത്തകർ കൊലപാതക ശ്രമ കുറ്റത്തിനടക്കം പ്രതികളാക്കപ്പെട്ട ഒരു ഇൻസിഡന്റിനെ മാതൃകാപരമായ രക്ഷാദൗത്യമെന്ന് മുഖ്യമന്ത്രി തന്നെ വാഴ്ത്തിപ്പാടിയാൽ അത് കേൾക്കുന്ന DYFIക്കാർക്ക്, അത് കേൾക്കുന്ന SFIക്കാർക്ക്, അത് കേൾക്കുന്ന ഏരിയ സെക്രട്ടറിക്ക് എന്താണ് മനസ്സിലാവുക? മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ഈ ചെടിച്ചട്ടി കൊണ്ടുള്ള തലക്കടിയെ, ഹെൽമറ്റ് കൊണ്ടുള്ള ഇടിയെ സംരക്ഷിക്കാൻ അവിടെ ഉണ്ട്. അദ്ദേഹം നമ്മളെ തള്ളിപ്പറയുന്നില്ല. പിന്നെ നിങ്ങൾ എവിടെ തള്ളിപ്പറഞ്ഞു, എവിടെ തിരുത്തുന്നു, എവിടെ നടപടിയെടുക്കുന്നതാണ് നൗഷാദ് പറയുന്നത്. ഇന്ന് ആ വാചകം എന്തുകൊണ്ട് വീണ്ടും പ്രസക്തമാവുന്നു ചോദിച്ചാൽ വയലൻസിന് സപ്പോർട്ട് ചെയ്യുകയാണ്, സംരക്ഷണ കവചം ഒരുക്കുകയാണ്. മലയാളിക്ക് മുഴുവൻ മനസ്സിലായതാണ് അത് വയലൻസ് ആണെന്ന്. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ല. നൗഷാദ്, നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു അതിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ കേസ് എടുക്കാതിരിക്കാമല്ലോ. സംരക്ഷണം ഒരുക്കുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ സ്വാഭാവികമായിട്ടുള്ള താങ്കളുടെ നൗഷാദ് 14 പേർ കൊലപാതക ശ്രമത്തിനടക്കം കേസിലാണ്. ആ നടപടിയെ താങ്കൾ മാതൃകാപരമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ? അപ്പൊ അത് സംരക്ഷണം ഒരുക്കലാണോ? പിന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതാണ്? സംരക്ഷണം ഒരുക്കലാണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പൊളിറ്റിക്കൽ കമന്റ്? എന്താണ്? രക്ഷാദൗത്യമാണോ, ക്രിമിനൽ ആക്ടിവിറ്റിയാണോ? അത് ഞാൻ പറഞ്ഞ കേസ് എടുക്കുന്നത് കൊലപാതക ശ്രമം ഉൾപ്പെടെ. എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുക. കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് സംരക്ഷണം ഒരുക്കലാണോ? ഒരിക്കലും സംരക്ഷണം ഒരുക്കലല്ല. കേരളം കണ്ട കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഓടാൻ പറ്റില്ല. അല്ല, പക്ഷെ ശരി, ഞങ്ങൾ സംരക്ഷണം ഒരുക്കലല്ല എന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയാന്നല്ലേ പറഞ്ഞത്? അവർ ചെയ്തത് ശരിയാണ്. പോലീസ് കേസെടുത്താലും ശരി, അവർ ചെയ്തത് മാതൃകാപരമൊന്നല്ല. താങ്കൾ അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണോ മാതൃകാ ദൗത്യം എന്നുള്ളത് ശരിയോ തെറ്റോ? കേസെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് കേസെടുത്ത സംഭവത്തെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് മാതൃകാപരം എന്നാണ്. മാതൃകാ ദൗത്യത്തിൽ അല്ല, മുഖ്യമന്ത്രി കേസെടുത്തു. ഞാനാണല്ലോ പറഞ്ഞ കേസെടുത്തു. നിങ്ങൾ ഇതിന് മറുപടി പറ. പോലീസ് തെറ്റായി കേസെടുത്തത് സംരക്ഷണമാണോ? ഈ താങ്കൾ ഈ ചോദിക്കുന്ന സംരക്ഷണമല്ല. പക്ഷേ ഈ പൊസിഷൻ മുഖ്യമന്ത്രിക്കില്ല. പറഞ്ഞു ഈ പൊസിഷൻ മുഖ്യമന്ത്രിക്കില്ല. ഇതല്ല മുഖ്യമന്ത്രി പറയുന്നത്. അവർ ചെയ്തത് നന്മയെന്ന് പറഞ്ഞു.
അവർ ചെയ്തത് നല്ല കാര്യമായിട്ട് കേസെടുത്തു ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പക്ഷെ കേസിനെ കുറിച്ച് പറയുന്നില്ല. താങ്കൾ പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊസിഷൻ എന്താണ്? സംരക്ഷണമാകുന്നത് എങ്ങനെ? അതും കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് താങ്കൾ തന്നെ പറഞ്ഞത്. അപ്പൊ അത് ഒരു ക്രിമിനൽ സംരക്ഷണമാവുന്നത് എങ്ങനെയാ? അല്ല, പോലീസ് കേസെടുത്തു. എന്റെ ചോദ്യം അതല്ല, പോലീസ് കേസെടുത്തു, അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നുള്ള അഭിപ്രായം പോലീസ് കേസെടുക്കുന്നപ്പോ പിണറായി, അപ്പോ അത് കേസെടുക്കാതിരുന്നാൽ പിണറായിയുടെ പോലീസ്, കേസെടുത്താൽ പിണറായിയുടെ പോലീസ് അല്ലേ? എന്റെ ചോദ്യം, കേസെടുത്തു നല്ല കാര്യം, ആ കേസെടുക്കാൻ ആസ്പദമായ സംഭവം പിണറായിയുടെ പോലീസ് അല്ലേ? ശരി, ആ സമ്മതിച്ചു. ആ കേസെടുക്കാൻ ആസ്പദമായ സംഭവം ശരി, ആ കേസെടുക്കാൻ ആസ്പദമായ സംഭവം ക്രിമിനൽ ആക്ടിവിറ്റിയോ അല്ലേ? ആക്രമിക്കാനായി വരുമ്പോ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എന്റെ ചുമതലയാണ്. നിയമപരമായി അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കരിങ്കൊടി കാണിക്കാമെന്ന ഒരു മനുഷ്യനാണ് പറഞ്ഞത്. അത്രയും സർവ്വസന്നാഹങ്ങളുടെ ബസ്സിൽ പോകുന്ന മുഖ്യമന്ത്രിയെ, മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വന്ന ഒരു മനുഷ്യൻ ആക്രമിക്കാൻ വന്നു, അവനെ കൈകാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കേസെടുത്തത്? എന്തിനാ കേസെടുത്തത്? അത് പറയാൻ ചോദിക്കുന്നത്. മാതൃകാപരമായ രക്ഷാദൗത്യമായിരുന്നെങ്കിൽ എന്തിന് പോലീസ് തെറ്റായി കേസെടുത്തു? എന്റെ ചോദ്യം, താങ്കളെ ആക്രമിക്കാൻ വരുന്നു, താങ്കളുടെ മകൻ നിൽക്കുന്നു, താങ്കളുടെ മകൻ എന്ത് ചെയ്യും? പ്രതിരോധിക്കോ ഇല്ലയോ? അല്ല, എന്നെ ആക്രമിക്കാനൊക്കെ ഞാൻ തന്നെ പ്രതിരോധിക്കണോ വേണ്ടയോ? അല്ല, എന്നെ ആക്രമിക്കാനാണ്. അല്ല ഞാൻ പോലീസ് തെറ്റായി കേസെടുത്തു, പ്രതിരോധത്തെ ആക്രമണമാക്കി കേസെടുത്തു. കണ്ടതാണല്ലോ. അല്ല, പ്രതിരോധത്തെ ആക്രമണമാക്കി കേസെടുത്തു. സർവസന്നാഹങ്ങളോടെ കരിങ്കൊടിയുമായിട്ട് വന്ന ഒരു മനുഷ്യൻ, കരിങ്കൊടിയുമായി വന്ന ഒരു മനുഷ്യൻ അയാൾ ആക്രമിക്കാൻ കോൺഗ്രസും നടത്തിയിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങളെ താങ്കൾക്ക് അനലൈസ് ചെയ്യേണ്ട. അല്ലല്ല, അത് കരിങ്കൊടിയുമായി വന്ന ഒരാൾ, കരിങ്കൊടി, ഞാൻ നിങ്ങളുടെ കരിങ്കൊടി സോളാർ സമര കാലത്തൊക്കെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ കണ്ടവരാണ്. പറഞ്ഞു പോകാതെ എന്തെല്ലാം ക്രൂരതകളാണ് ഈ ക്യാമ്പസുകളിൽ KSU നടത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ താങ്കൾ. ഞാൻ മുഖ്യമന്ത്രി മാതൃകാപരമെന്ന് വിളിച്ച ഒരു രക്ഷാദൗത്യത്തെ പോലീസ് ക്രിമിനൽ ആക്ടിവിറ്റി ആക്കി കേസെടുത്തത് ശരിയോ? അതിന്റെ ചോദ്യം പറഞ്ഞത്, അത് സംരക്ഷിക്കാൻ, ആക്രമിക്കപ്പെടാൻ പോകുന്നവരെ സംരക്ഷിക്കുന്നതിന് അത് തെറ്റാണോ? നിയമപരമായി അത് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സ്വയരക്ഷാർത്ഥമാണെങ്കിൽ പോലും കേസെടുക്കണ്ടേ? സമ്മതിച്ചു. ഈ കരിങ്കൊടിയുമായി വന്ന മനുഷ്യനെതിരെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാമെന്നതിന് കേസുണ്ടോ? മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് കരിങ്കൊടിക്കാരനെതിരെ കേസുണ്ടോ എന്ന് എന്റെ ചോദ്യം. സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ് താങ്കൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ വന്നു, അങ്ങനെ ഒരു ചാർജ് അയക്കെതിരെ ഉണ്ടോ? നൗഷാദ്, ജനങ്ങൾ കാണുന്നു, അങ്ങനെ ഇല്ല. അപ്പം ജനങ്ങൾ കാണുന്നു എന്ന ബോധ്യത്തിലാണ് നമ്മളൊരു ഡിഫൻസ് ബിൽഡ് ചെയ്തേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്രതിരോധം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നതാണ് എന്നത് നമുക്കൊരു ഓർമ്മയുണ്ടാവണം എന്നതുകൂടിയാണ് എനിക്ക് ഒരു കമൻറ്റ് ചെയ്യാൻ. സി വിൻസെൻ്റ് MLA, നിങ്ങൾ SFIക്കാരെ കാര്യവട്ടത്തെ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ കുരിശേക്കറ്റാൻ നോക്കുകയാണെങ്കിൽ SFIക്കാർ മാത്രമല്ല അതിൽ പ്രതികളാക്കപ്പെട്ടവർ. SFIയെ മാത്രം പഴി പറഞ്ഞ് KSUവിൻ്റെ ഇപ്പോഴത്തേതും ചരിത്രത്തിലേതുമായ ആ അക്രമവാസനകളെ അങ്ങനെ മൂടിവെച്ച് ശുദ്ധാത്മാക്കളാക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറയാണ് മുഖ്യമന്ത്രി മുതൽ M നൗഷാദ് വരെയുള്ളവർ. ഇവിടെ ബഹുമാന്യായ നൗഷാദ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർ ഏത് സമയത്ത് അക്രമങ്ങൾ നടന്നാലും അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് ഡിഫൻസ് മാധ്യമങ്ങളുടെ ഒരു പ്രചാരവേലയാണ്. ഞങ്ങൾക്കെതിരായി മാധ്യമങ്ങൾ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ പടച്ചുവിടുന്നു, ഞങ്ങൾ മാധ്യമങ്ങളുടെ വേട്ടയാടലുകൾക്ക് ഇരയാവുകയാണ്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നെല്ലാമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മാധ്യമങ്ങൾ ഇതുപോലെ എത്രമാത്രം വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത്, എത്രമാത്രം വാർത്തകളാണ് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് കൊണ്ടുവന്നത്. ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, അപ്പോൾ ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സമൂഹത്തിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചും അല്ലാതെയും ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്.
അതൊരു യാഥാർത്ഥ്യമാണ്. ആ മാധ്യമ വാർത്തകളോട് ഇത്രയധികം അസഹിഷ്ണുത ആ കാലയളവിൽ ഉമ്മൻചാണ്ടി സാറോ ലീഡർ ശ്രീ കെ കരുണാകരനോ അല്ലെങ്കിൽ ശ്രീ എ കെ ആൻ്റണിയോ ഒരു കാലത്തും ഉണ്ടാക്കിയിരുന്നില്ല. ആ രീതിയിൽ അവർ ആ മാധ്യമ വാർത്തകളെ കണ്ടിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ, വസ്തുതയുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും തിരുത്താനും തയ്യാറാകണം. ഇനി മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തയാണെങ്കിൽ അത് കാര്യകാരണ സഹിതം തെളിയിക്കാനും അത് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിലെ ചെയ്യേണ്ടുന്ന ഒരു കാര്യങ്ങളിലൊന്നായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നതും എനിക്ക് പറയാനുള്ളതും. അപ്പോൾ ഏത് അക്രമങ്ങളെയും മാധ്യമ വാർത്തകളെന്ന് പറഞ്ഞ് ഒരു ഡിഫൻസിലേക്ക് പോകുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അക്രമങ്ങൾ. ശ്രീ സൈമൺ ബ്രിട്ടോയുടേതു മുതൽ SFIയുടെ ഏത് അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അതിൽ ഉയർത്തുന്ന പ്രതിരോധങ്ങൾ തുടങ്ങുന്നത് ശ്രീ സൈമൺ ബ്രിട്ടോയിൽ നിന്നാണ്. ആ കാലഘട്ടങ്ങളിലുള്ള ആ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് വച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ബഹുമാനപ്പെട്ട നൗഷാദ് മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം നിങ്ങൾ പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ, അവരെല്ലാം അക്രമങ്ങൾക്കിരയായവരാണ് ആണല്ലോ. ആ അക്രമങ്ങൾക്കിരയായവരുടെ പേരുകൾ അക്രമങ്ങൾക്ക് പ്രതിരോധമായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എത്ര ക്രൂരമായിട്ടുള്ള നടപടിയാണത്. ഒരു അക്രമത്തെ ന്യായീകരിക്കാൻ അക്രമത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ടവരെ, അക്രമത്തിനിരയായി മരണപ്പെട്ടവരെ, ജീവച്ഛവങ്ങളായി ജീവിക്കുന്ന ആളുകളെ, അവരെല്ലാം അക്രമങ്ങൾക്കിരയായിട്ടുള്ളവരാണ്. അതേ ആളുകളെ എടുത്ത് ഒരക്രമങ്ങൾക്ക് ന്യായീകരിക്കാനും അക്രമകാരികൾക്ക് പരിചയം സംരക്ഷണവും തീർക്കുന്നതിന് വേണ്ടി ഈ അക്രമങ്ങൾക്ക് ഇരയായവരെ നിങ്ങൾ ഉപയോഗിച്ചാൽ അവരുടെ ആത്മാക്കൾ പോലും നിങ്ങളോട് പൊറുക്കുകയില്ല. അക്രമങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അത് ഏത് ഭാഗത്തു നിന്നുള്ള അക്രമങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഇവിടെ അക്രമങ്ങൾ അവസാനിപ്പിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാമ്പസ് അക്രമങ്ങളാണ്, ക്യാമ്പസിൽ നടക്കുന്ന അക്രമ രാഷ്ട്രീയത്തെയാണ്. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് രക്ഷകർത്താക്കളാണ് വളരെ കഷ്ടപ്പെട്ട് തങ്ങളുടെ മക്കളെ ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ക്യാമ്പസിലുണ്ടാകുന്ന നേരിയ അക്രമങ്ങൾ പോലും അവരെ കൂടുതൽ വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ നേതൃത്വം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും ഭരണകൂടത്തിൻ്റെ നിലപാടും അവർ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. എന്താണ് ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനവും നിലപാടും? ഗവൺമെൻറ് എങ്ങനെയാണ് ഈ അക്രമങ്ങളെ നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാൻ, അത് SFI ആയിരുന്നാലും KSU ആയിരുന്നാലും ആരായിരുന്നാലും, ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്ന് കേരളത്തിലെ രക്ഷകർത്താക്കൾ തീർച്ചയായും നോക്കിക്കാണും. ആ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം, ആ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി നിരാശാജനകവും പ്രതിഷേധാർഹവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവത്തെ SFIയുടെ മാത്രം എന്തോ അതിക്രമം എന്ന നിലയ്ക്ക് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ ആ നരേറ്റീവ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് CPIM പാനലിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്. അവിടെ ഒരു സംഘർഷം ഉണ്ടായതിനെ ഒരു വശത്ത് മാത്രമായിട്ട് കെട്ടിവെക്കാൻ നോക്കുകയാണോ? അവിടുത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശ്രീ നൗഷാദ് പറഞ്ഞു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അവിടെ പോയെന്ന്. ശ്രീ നൗഷാദ്, അവിടെ പോയ ആള് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് എന്ന് തെളിയിച്ചാൽ അങ്ങ് പറയുന്ന ജോലി ഞാൻ ചെയ്യാം. എന്തിനാണ് ആ വരുന്നവരെയും പോകുന്നവരെയും എല്ലാം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള പദവി നൽകുന്നത്? നിങ്ങൾ അവിടെ ഇരുന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പദവി നൽകാനിരിക്കുന്ന ആളാണോ? ഇവിടെ ലോ അക്കാഡമിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട്. ഈ ലോ അക്കാഡമിയിൽ പഠിക്കുന്നത് അയാൾ സാൻ ജോസിൻ്റെ ഒരു സുഹൃത്താണ്. അയാൾക്ക് ഭക്ഷണം ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണെന്നോ ഭക്ഷണം കഴിച്ചു, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എവിടെ? ക്യാമ്പസിലൊന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയെ പോവില്ലേ? ആ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇറക്കുന്നു, ആ ക്യാമ്പസിലെ സെൻട്രൽ സർക്കിളിൽ ഇറക്കുന്നു, അയാൾ തിരിച്ചു പോകുന്നു. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നൗഷാദ് പറയൂ.
അല്ല നൗഷാദ് എന്തോ പറയാൻ വേണ്ടി കൈ ഉയർത്തിയെന്ന് തോന്നുന്നു. ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്നും അല്ല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്നും അപ്പൊ ഈ മണ്ഡലം പ്രസിഡന്റ് എന്തിനാ ക്യാമ്പസിൽ കാര്യമെന്നും എന്ന വർത്തമാനത്തിന്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തന്നാലോ? അദ്ദേഹമാണ് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തിരിച്ചു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ക്യാമ്പസിൽ എന്താണ്? ഞാൻ ആ വിഷ്വൽസ് മണ്ഡലം പ്രസിഡന്റ് അല്ലല്ല അന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ആ വിഷ്വലിൽ എന്താണ് കാണാം, നമുക്കത് കാണാം. കാണിക്കൂ നൗഷാദ് കാണിക്കൂ. ഞാൻ എടുത്തോട്ട് നൗഷാദ് ആ വിഷ്വൽ കാണിക്കാം വിഷ്വൽ എടുത്തോട്ട്. അതെ നൗഷാദ് എത്ര വാദിക്കാൻ ശ്രമിച്ചാലും അവിടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വന്നിട്ടില്ല. അതെ, ആ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അല്ല അവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോകുന്ന ഒരാളിനെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആരാണ് അവിടെ? അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അല്ല, അയാൾ അവിടുത്തുകാരൻ പോലും അല്ല. ഈ പറഞ്ഞ ആൾ അവിടുത്തുകാരൻ പോലും അല്ല. അയാള് ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥിയാണ്. പയ്യൻ എനിക്ക് ആ കൃത്യമായ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് അറിയില്ല. പക്ഷെ ഇയാള് മണ്ഡലം പ്രസിഡന്റ് അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അല്ല 100% ഉറപ്പ് പറയുക. വിൻസെന്റ്, താങ്കൾക്ക് തിരുവനന്തപുരത്തെ മണ്ഡലം പ്രസിഡന്റ് അറിയില്ല? അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഈ അല്ല ഏത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു മണ്ഡലം പ്രസിഡന്റ് 185 മണ്ഡലം പ്രസിഡന്റുമാർ അല്ല 185 മണ്ഡലം പ്രസിഡന്റുമാർ തിരുവനന്തപുരത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഡിബേറ്റ് ആണെന്ന സംഗതിയാണല്ലോ, അത് ചോദിക്കാൻ. ഒരിക്കലും അതിനെ കുറിച്ചൊരു ഡിബേറ്റ് ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വേറൊരു കാര്യമുള്ളത്, ശരി, 185 കോൺഗ്രസിന്റെ കാര്യമാണ്. ജംബോ വലിയ കണക്കാണ് മണ്ഡലം പ്രസിഡന്റുമാരുടെ. ഞാൻ ചോദിക്കുന്നത്, ആരാൻ താങ്കൾക്ക് അറിയില്ല, പിന്നെ അല്ല എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുന്നത് അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഇയാൾ ആരാണെന്ന് എനിക്കറിയാം. ഇയാൾ ലോ അക്കാഡമി വിദ്യാർത്ഥിയാണെന്നറിയാം. ഒന്നുകൂടെ കേൾപ്പിക്കാം. സെക്രട്ടറി കേട്ടല്ലോ, വിഷ്വല് കണ്ടല്ലോ. ഒരു സെക്കൻഡ് നൗഷാദ്, കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, പ്രസിഡന്റ് എന്നാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ച വിഷയം. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കാര്യവട്ടം ക്യാമ്പസിനകത്ത് കാറുമായിട്ട് ഞാൻ തിരുത്തുന്നു, സെക്രട്ടറി അല്ലല്ല, ചോദ്യം ഇതാണ്. അല്ല അതിനകത്ത് SFI-ക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. SFI-ക്കാരുടെ ചോദ്യം ഇതാണ്, കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിക്ക് എന്താ ഇവിടെ കാര്യം എന്നാണ്. SFI-ക്കാർ ചോദിക്കുന്നത് എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കാൻ SFI-ക്കാർ ആരാണ്? ക്യാമ്പസിൽ ഇവിടെ എന്താ കാര്യത്തില്ല, ക്യാമ്പസിൽ ക്യാമ്പസിൽ സെക്യൂരിറ്റി ജോലി നിർവഹിക്കാനും വയലൻസ് ഉണ്ടാക്കാനും വിൻസെന്റ് പറഞ്ഞല്ലോ. ശരിയല്ലോ, ഒന്ന് സെക്കൻഡ് വിൻസെന്റ് പൂർത്തിയാക്കട്ടെ. നിഷാദെ, ഞാൻ പറയട്ടെ, ഇന്ന് രാവിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞത് എന്താണ്? ഇവരെ രണ്ടുപേരെയും വിചാരണയും മർദ്ദനവും നടത്തിയതിനു ശേഷം അവർ വീഡിയോ റെക്കോർഡ് ചെയ്തു. നിങ്ങളത് ഞാൻ പറയല്ലേ, വീഡിയോ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് കോൺഗ്രസിന്റെ ആ വീഡിയോയിൽ അവിടെ കൂടിയുന്ന SFI-ക്കാർ പറയാണ് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് അവരാണ് ചോദിക്കുന്നത്. മണ്ഡലം സെക്രട്ടറിയാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞങ്ങളെ ആരും ഉപദ്രവിച്ചില്ല എന്നൊരു കത്ത് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങുകയാണ്. അത് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരെ നിർത്തി ഞങ്ങൾ ഈ ക്യാമ്പസിലേക്ക്, ഈ ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കടന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞതല്ലേ നിയമസഭയിൽ? ഈ കാര്യം നിഷേധിച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലല്ല, ഞാനിത് നൗഷാദ് പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ടതാണ്. നൗഷാദ് പറയുന്നതെല്ലാം ക്ഷമയോട് കേട്ട ഒരാളാണ്. ശരി, പറഞ്ഞോളൂ. ദയവായി ഒന്ന് കേൾക്കൂ.
ദയവായി ഒന്ന് കേൾക്കൂ. ഓക്കെ, അങ്ങ് പറഞ്ഞതുപോലെ ക്യാമ്പസിൽ കടന്ന് അക്രമം നടത്തുകയും അവിടുത്തെ സെക്യൂരിറ്റിയുമായി തല്ലുണ്ടാക്കുകയും അവിടുത്തെ SFIക്കാരെ തല്ലുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ സഖാവ് പിണറായി വിജയന്റെ പോലീസ് വന്ന് എന്തുകൊണ്ടാണ് വാദികളെ പ്രതിയാക്കിയത്? നിങ്ങൾ പറയുന്നതനുസരിച്ച് അവിടെ SFI പാവപ്പെട്ട SFIക്കാർ ഒരു അക്രമവും കാണിക്കാതെ നിന്ന ആ SFIക്കാർക്ക് എതിരായിട്ടല്ലേ പിണറായി വിജയന്റെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അവിടെ ആ ക്യാമ്പസിനുള്ളിൽ നടന്ന സംഭവത്തിൽ? എന്തുകൊണ്ടാണ് അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യാൻ ഇടയായിട്ടുള്ളത്? അപ്പോൾ പോലീസ് SFIക്കെതിരെ കള്ള കേസെടുത്തെന്നുള്ളൊരു കേസ് നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ നൗഷാദ്? SFIക്കാർക്കെതിരെ ഈ പിണറായി വിജയന്റെ പോലീസ് കള്ളക്കേസെടുത്തതാണോ? നൗഷാദിന്റെ വാദം സമ്പൂർണ്ണമായും പൊളിക്കുന്നതാണ് പിണറായി വിജയന്റെ പോലീസ് എടുത്ത കേസ് എന്ന് ഞാൻ അങ്ങയോട് പറയുകയാണ്. വളരെ വിനയത്തോടു കൂടി ഞാൻ അങ്ങയോട് പറയുകയാണ്. എന്നിട്ട് ഈ കേസ് ഈ രണ്ടുപേരെയും മൃഗീയമായി ആ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിക്കുക. ഈ മർദ്ദിച്ചവര് അവസാനം KSUക്കാര് ഇവരുടെ അവിടെ ഉണ്ടായിരുന്ന KSUക്കാർ ഇത് അറിഞ്ഞ് KSUവിന്റെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ച അവർ പോലീസിനെ അറിയിച്ചതിന് ശേഷം പോലീസ് വന്നപ്പോഴാണ് ഇവരെ പുറത്തിറക്കി വിടുന്നത്. ഈ അക്രമത്തെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? സിദ്ധാർത്ഥന്റെ മരണം നിങ്ങളൊരു സാഡിസ്റ്റ് മനോഭാവമാണ്. നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യവട്ടത്തെ കാര്യം എടുത്താലേ അങ്ങ് പറയുക, അങ്ങ് നൗഷാദിന് ആവശ്യത്തിന് സമയം കൊടുക്കുക. ഞാൻ മിണ്ടുന്നില്ല. ഈ ചർച്ച തുടങ്ങി എത്ര സമയം നൗഷാദ് സംസാരിച്ചു എന്നും എത്ര സമയം എനിക്ക് സംസാരിക്കാൻ അവസരം തന്നുവെന്നും അങ്ങ് പരിശോധിച്ചാൽ മതി. താങ്കൾക്ക് മതിയായ സമയം കിട്ടിയിട്ടേ പോകും. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഈ ചർച്ചയിലുള്ളൂ. നൗഷാദ്, കാര്യവട്ടത്ത് എന്തിനാണ് ഈ ആളുകൾക്ക് മർദ്ദനമേറ്റത്? SFIക്കാർ അവരെ വിചാരണ ചെയ്യുന്നു, എന്താണ് കാര്യമെന്ന് ചോദിച്ച് ചൂടാവുന്നു. അവരെ കൊണ്ടുപോയിട്ട് തല്ലി എന്നാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം. അവർക്കെതിരെ കേസുമുണ്ട്. കാര്യവട്ടത്ത് ഈ തലയ്ക്കുള്ള സെക്യൂരിറ്റി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ആളുകളെ വിചാരണ ചെയ്യാൻ നിയമം കയ്യിലെടുത്ത് മർദ്ദിക്കാൻ എന്തായിരുന്നു കാരണം? സെക്യൂരിറ്റി ജോലിയല്ല. നിഷാദിന്റെ ചോദ്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ ബോധപൂർവമാണ് ചോദ്യങ്ങൾ പോലും ചോദിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി ഞാൻ ചോദിക്കുന്ന കേസ് എടുത്തു എന്നുള്ളത് കൊണ്ട് KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അവിടെ സംഘർഷം ഉണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ സംഘർഷം ഉണ്ടായി. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ ഇവർ കയ്യേറ്റം ചെയ്തു, ഇവർ ആക്രമിച്ചു. അതിന്റെ തുടർന്ന് സംഘർഷം ഉണ്ടായി. ഇത് അറിഞ്ഞു വന്ന വിദ്യാർത്ഥികളുമായി സംഘർഷം ഉണ്ടായി എന്ന് തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ. മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത് കുറ്റമാണോ? ഇപ്പോ കേസ് തിരിച്ചു എടുത്തിട്ടുണ്ട്. SFIക്കാരെ പ്രതിയാക്കിയും കേസെടുത്തിട്ടുണ്ട്, വിൻസെന്റിനെ ഉൾപ്പെടെ പ്രതിയാക്കിയും കേസെടുത്തിട്ടുണ്ടല്ലോ. അത് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ, എന്നെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കണ്ട എന്നാണോ അത് വിൻസെന്റ് പറയുന്നത്? പിന്നെ നിഷാദിനോടും വിൻസെന്റിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, ധീരജിന്റെ കൊലപാതകം നടന്നപ്പോ പതിറ്റാണ്ടുകൾക്ക് മുമ്പിലൊന്നും അല്ലല്ലോ, പഴയകാല ചരിത്രമൊന്നും അല്ലല്ലോ. ആ ധീരജിന്റെ കൊലപാതകത്തെ ഇരന്നു വാങ്ങിയത് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിന്റെ നിലപാടിനോട് വിൻസെന്റ് യോജിക്കുന്നുണ്ടോ? ആ KPCC പ്രസിഡന്റിന്റെ നിലപാട് തെറ്റാണ് എന്ന് പറയുവാൻ വിൻസെന്റ് തയ്യാറാകുമോ? ആ ചോദ്യം എന്നോട് ചോദിച്ചതുപോലെ തന്നെ നിഷാദ് വിൻസെന്റിനോട് ചോദിക്കേണ്ടതായിരുന്നില്ലേ? അത് ചോദിച്ചില്ലല്ലോ. അതും ചോദിക്കണ്ടേ? നമുക്ക് ക്യാമ്പസുകളിൽ അക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ ആക്രമണത്തെ ഒരിക്കലും ആരും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ ക്യാമ്പസിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ സ്വാഭാവികമായും അവർക്ക് മനസ്സമാധാനം വേണ്ടേ? അതുണ്ടാകണം. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, കാര്യവട്ടത്തെ SFIക്കാരുടെ പ്രവർത്തനം മാതൃകാപരമാണ് പിന്നെ പിണറായി വിജയന്റെ ഒരു സമീപനം വെച്ചിട്ടാണെങ്കിൽ നൗഷാദ്, കാര്യവട്ടത്തെ SFI പ്രവർത്തനവും മാതൃകാപരമാണ്. എന്റെ ഒരു അനുഭവം പറയണ്ടേ? അല്ല, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം?
എന്താണ് നിഷാദിന്റെ ഉദ്ദേശം? എന്താണ് ഞാൻ പറഞ്ഞ സ്വാഭാവികമായി അവിടെ സംഘർഷം ഉടലെടുത്ത് തുടക്കം എങ്ങനെ? ഞാനൊരു വീഡിയോ കാണിച്ചു, അതിന്റെ ടേപ്പ് കാണിച്ചു. അതില് പറയുന്നത് കോൺഗ്രസിലെ മണ്ഡലം സെക്രട്ടറിക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് നിങ്ങളുടെ ആൾക്കാർ ചോദിക്കുന്നതാണ്. അയാൾ പറയുന്നത് കേട്ടില്ല. നിന്നുള്ള വാക്കാലുള്ള വർത്തമാനമാണ്. SFI യൂണിറ്റ് പ്രസിഡന്റിനെ അടിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൂടുന്നവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കില്ലേ? ഞാൻ ചോദിക്കുന്ന കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യാൻ ചോദിക്കുകയാണ്, സമയമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തിനാണ് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ ഈ സംഘം അകാരണമായി ആക്രമിച്ചത്? അതിന് മുമ്പ് എന്തെങ്കിലും പ്രീസിഡൻസ് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടായിരുന്നോ എന്ന് പറയാമോ? എന്തായിരുന്നു സംഗതി ഇന്ന്? അല്ല, ഞാൻ മാതൃകാപരമാണെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ ഇതാണ് ബോധപൂർവമായ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്? അതുപോലെ ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ കേരള സമൂഹം മൊത്തം കേട്ടതാണല്ലോ ഇരന്നു വാങ്ങിയതെന്ന്. നിഷാദിന്റെ പരാമർശത്തിൽ അത് കടന്നു വന്നതേയില്ല. അല്ല, എനിക്ക് ശരി. അല്ല, വിൻസെന്റ്, അത് എന്നോട് ചോദിച്ചത് താങ്കൾ ഒരു മറുപടി കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് എടുക്കായിരുന്നു. വിൻസെന്റ്, അതിന്റെ മറുപടി താങ്കളൊന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് എടുക്കായിരുന്നു. വിൻസെന്റ്, ധീരജിനെ കൊന്ന കേസിലെ പ്രതി നിഖിൽ പൈലി ഇപ്പോഴും നിങ്ങളുടെ സദസ്സുകളിൽ സ്വീകാര്യനാണ്. ഒന്നാമത്തേത്. 2, ഇരന്നു വാങ്ങിയ കൊലപാതകം എന്ന മട്ടിൽ ആ സംഗതിയെ, ആ സംഭവത്തെ അധിക്ഷേപിച്ച ആളാണ് KPCCയുടെ അധ്യക്ഷൻ. അപ്പൊ ഇത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ? അതല്ലേ? അല്ല, എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, ധീരജിന്റെ കൊലപാതകത്തിലെ പ്രതി നിങ്ങൾക്കിപ്പോഴും അക്സെപ്റ്റൻസ്, നിങ്ങൾക്കിപ്പോഴും സ്വീകാര്യനാണ്. അതിന്റെ ഒന്ന് വിശദീകരിച്ചാൽ നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാൻ. നിഷാദേ, ഈ ധീരജിന്റെ കൊലപാതകം നടന്ന അന്നു മുതൽ ഈ ചോദ്യം ഇവരെല്ലാവരും ഉയർത്തുന്നതാണ്. ഇതിന് എത്രയോ കാലമായി ഓരോരുത്തരും മറുപടി പറഞ്ഞു. ഇനി ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അതെടുത്ത് ചോദിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ, അവർ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ നൗഷാദ് തള്ളി പറയുമോ? അവിടെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ. CPIയുടെ മുന്നണിയിലെ നേതാക്കൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത, ഇന്നിപ്പോ മീഡിയ ഓണിന്റെ ഈ സ്ക്രീനിൽ തന്നെ സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ നിലപാട് പ്രതിഷേധാർഹമാണ്, നിരന്തരം നടക്കുന്ന സംഘർഷങ്ങൾ തള്ളിപ്പറയുന്നില്ല എന്നിങ്ങനെ CPIയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസ്താവന ഇതാ വന്നുകൊണ്ടിരിക്കുകയല്ലേ. CPIക്കും CPIയുടെ നേതാവ്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയല്ലേ. അവരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ശ്രീ പിണറായി വിജയന്റെ ഇന്നത്തെ നിലപാടിനെയും പ്രസ്താവനയും മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള CPI തള്ളിപ്പറഞ്ഞിട്ടും നൗഷാദ് തള്ളിപ്പറയാത്തത് എന്താണ്? ഇത് ധീരജിന്റെ കേസിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. SFIയുടെ അക്രമങ്ങളെ കുറിച്ച് ഓരോ തവണ ചർച്ച ചെയ്യുമ്പോഴും ഓരോ തവണ അഭിപ്രായം പറയണം. ഒരു തരത്തിൽ ഈ അക്രമങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിലുള്ള ഒന്നാണ് നാളെ ഒരു വീണ്ടും ചോദിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാതെ ഇന്നത്തെ പ്രസക്തമായ വിഷയങ്ങളിൽ നിന്ന് പഴയ കുറെ കാര്യങ്ങൾ ചർച്ച മുഴുവനും അതിലേക്ക് പോയാൽ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ധീരജിനെ കൊന്നത് തെറ്റായ നടപടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയാൻ കഴിയുന്നില്ല. അല്ല, താങ്കളുടെ ധർമ്മസങ്കടം എനിക്ക് ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ഇടവേള എടുത്ത് വേഗം തിരിച്ചു വരാം പെട്ടെന്ന്. ചർച്ചയിലേക്ക് വേണ്ടി നൗഷാദ്, ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദത്തിന് പ്രതിപക്ഷം നിങ്ങളെ അനാവശ്യമായി കുറ്റം പറയുന്നു, മാധ്യമങ്ങൾ നിങ്ങളോട് പ്രത്യേക സമീപനം എടുക്കുന്നൊക്കെ പറയാമെങ്കിലും ബിനോയ് വിശ്വം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? AIYFും AISFും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? SFIയുടെ പ്രവർത്തന രീതിയും സംസ്കാരത്തെയും നിശിതമായ ഭാഷയിൽ, വളരെ തുറന്ന ഭാഷയിൽ തള്ളിപ്പറയുകയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി. നിങ്ങളുടെ കൂടെയുള്ള കോമ്രേഡ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിഷാദെ, ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. CPIയുടെ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും അഭിപ്രായം ഉണ്ടാകും, ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് അവർക്ക് അഭിപ്രായം ഉണ്ടാകും. അത് പാർട്ടി സംഘടനാ നേതൃത്വം എന്നുള്ള തരത്തിൽ അതിന്റെ മറുപടി പാർട്ടി CPIയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും.
അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളതൊന്നും ഇപ്പോൾ ഇവിടെ വന്നിരുന്ന ഒരു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ അല്ല, സാധാരണ നിലയ്ക്ക് നയപരമായി ഒറ്റ വഴിക്ക് പോകുന്ന ആളുകളാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നിങ്ങളുടെ പോഷക സംഘടനയും നിങ്ങളെയും എല്ലാ ദിവസവും രാവിലെ വിമർശിക്കുന്ന ഒരു സംഘടനയുമല്ല CPI. വളരെ അപൂർവമായി മാത്രമാണ് വിയോജിപ്പിന്റെ ശബ്ദം കേൾപ്പിക്കുക. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സംഗതിയില്ലേ? അത് കോൺഗ്രസ് മാത്രം പറയുന്ന ഒന്ന്. രാഷ്ട്രീയ ശത്രുക്കൾ ഞങ്ങളെ കുറിച്ച് കുപ്രചാരണം നടത്തുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രചാരവേല സംഘടിപ്പിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല. അകത്തുള്ളവർക്ക് പോലും ഉണ്ട് അഭിപ്രായം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി വാലിഡ് ആവുകല്ലേ വിമർശനം ചോദിക്കുക MLA ഞാൻ? അല്ല, സ്വാഭാവികമായും മാധ്യമ വാർത്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് വസ്തുതാപരമായി കാര്യങ്ങൾ ഒരു പ്രാഥമികമായ പ്രതികരണമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രാഥമികമായ ഒരു പ്രതികരണമായിരിക്കാം. അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ അതിനോട് ഇപ്പൊ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതെന്നും എന്താണ് പറഞ്ഞതെന്നും വ്യക്തമായി മനസ്സിലാക്കാതെ പ്രതികരിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്കും അറിയാമല്ലോ. അത് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിച്ചാൽ, ഇന്നിപ്പോ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നെങ്കിലും ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ സഭയിൽ പോലും ഇന്ന് ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നിട്ടുള്ള അവിടെ എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞത്. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ധീരജിന്റെ പഴയ കഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെങ്ങനെയാണ് പഴയ കഥയാകുന്നത്? ഞാൻ പറഞ്ഞ പിന്നെ പോലീസ് SFI നേതാക്കന്മാരെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നിരന്തരമായി ഞങ്ങളെയൊക്കെ കാലഘട്ടത്തിൽ, ഞാനും SFI പ്രവർത്തകനായി വന്ന ആളാണ്. ഞങ്ങൾ 107 പ്രതിയാക്കുക അതൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു. അപ്പൊ എന്നിട്ട് 107 തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ ഈ 107 ഹാജരായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യം റദ്ദ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യുക തെരഞ്ഞെടുപ്പ് സമയം നോക്കിയിട്ട്. ഇതൊരു നിരന്തര പ്രോസസ്സായിരുന്നു, വളരെ കൃത്യമായി. പിന്നെ സ്ഥലത്തില്ലാതിരുന്ന ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ കൽക്കത്തയിൽ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നടന്ന ഒരു സംഭവത്തില്, ഒരു സംഘർഷത്തിൽ എന്നെ പ്രതി ചേർത്തു. ഞാൻ സ്ഥലത്ത് പോലും ഇല്ല. അതൊരു നിരന്തരമായ പോലീസ്. അതുപോലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിലേക്ക് ഉണ്ടാകുന്ന സംഘർഷത്തിൽ സ്വാഭാവികമായിട്ട് പോലീസ് വീടുകൾ കയറുക, റെയ്ഡ് ചെയ്യുക, പാതിരാത്രി കുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, രക്ഷകർത്താക്കളോട് മോശമായി പെരുമാറുക. പിന്നെ അതിലെല്ലാം ഉപരി ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞ ഇതൊന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആരുടെയെങ്കിലും മക്കൾ SFI പ്രവർത്തകരോ നേതാക്കന്മാരോ ആയി, അല്ലെങ്കിൽ പ്രധാനമായും സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അവർക്ക് ജയസാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രക്ഷകർത്താക്കളെ ട്രാൻസ്ഫർ ചെയ്ത് കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് പാനലിൽ നിന്നും പിന്മാറാനുള്ള സമ്മർദ്ദങ്ങൾ നടത്തുക, ഇതെല്ലാം ചെയ്തവരാണ്. പിന്നെ ഈ ക്യാമ്പസുകളിൽ ഇപ്പൊ കാഞ്ഞിരംകുളത്ത് നമ്മുടെ കോളേജിന്റെ മുമ്പിലുള്ള തിയേറ്റർ വിൻസെന്റ് പഴയ KSU നേതാവായിരുന്നല്ലോ, മറന്നു പോകരുത്. അതൊന്നും മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ പ്രതാപവർമ്മ തമ്പാനെ KSU നേതാവായിരുന്ന പ്രതാപവർമ്മ തമ്പാനെ കുത്തിയത് ആരാണ്? വിൻസെന്റ്. മറന്നു പോകരുത്. അതിന്റെ ഒരു റിപ്ലൈ എനിക്ക് അല്ല, ഓക്കെ, അദ്ദേഹം മറുപടി പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് സത്യത്തിൽ ഒരു റൂളിംഗ് പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് താങ്കളിൽ അറിയേണ്ട കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ, പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. അല്ല ശ്രീ നൌഷാദ്, ഇതിനകത്ത് നോക്കൂ, ഇപ്പൊ 2 മണിക്കൂർ മുമ്പാണ് TM തോമസ് ഐസക്, CPIഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി, മുൻ MLA, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പാർട്ടിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടി മെക്കാനിസം പരാജയപ്പെട്ടുവെന്ന്, അഹങ്കാരവും ധാർഷ്ട്യവും ജനം വെച്ചു പൊറുപ്പിക്കില്ല എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ബിനോയ് വിശ്വത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ, നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം ജനങ്ങൾ ഹീറോയിസമായിട്ട് എടുക്കുന്നില്ല, അത് മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും പറഞ്ഞാലും അത് ഹീറോയിസം, മാസ് മറുപടി എന്ന് കൈയടിക്കാൻ ജനത്തെ കിട്ടുന്നില്ല എന്ന ഐസക്കിനും ബിനോയ് വിശ്വത്തിനും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പിന്നെയും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്തുമാത്രം വിഫലമായ ഒരു വ്യായാമമാണ് ശ്രീ നൌഷാദ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ നമ്മളുടെ നിലപാട് ശരിയായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഐസക് പറഞ്ഞത്. അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം.
ഈ അലംഭാവം പാടില്ല. വളരെ കൃത്യമായി തന്നെ അത് എന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു എന്നാണ് താങ്കൾ ഈ പറയുന്ന സംഗതി തന്നെ ഐസക് പറയുന്നത്. ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു. ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, വീഴ്ച സംഘടനയുടേതാണ് എന്ന് ഐസക് പറയണം. അപ്പോഴാണ് നിങ്ങൾ ജനങ്ങളെ ആര് കുറ്റപ്പെടുത്തി? അല്ല, മാതൃകാപരം ആളുകളെ ഇടിച്ചത് മാതൃകാപരം എന്ന് പറഞ്ഞ് ജനങ്ങളെ കളിയാക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? എന്തിനാണ് കുറ്റപ്പെടുത്തിയത്? ഒരിക്കലും ജനങ്ങളെ നിങ്ങൾ പറയാത്ത വാക്കുകൾ പറയരുത്. ജനങ്ങളെ കുറ്റപ്പെടുത്തുകയോ ശരി, അങ്ങനെ ഒരു പരാമർശമേ നടത്തിയിട്ടില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മളുടെ നിലപാടുകൾ, ഇപ്പൊ ഗവൺമെന്റ് ചെയ്ത നേട്ടങ്ങൾ, അതുവഴി ജനങ്ങൾക്കുണ്ടായ സൗകര്യങ്ങൾ, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം. ജനങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമായ എളിമ നിങ്ങൾ ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. ഉത്തരവാദിത്വം അങ്ങനെ പോകുമ്പോ ഈ തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ പഴയ കാലമല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ വീഴ്ചകൾ പോലും വലുതായി ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വിൻസെന്റ്, CPIM-നെ കുറിച്ച് നിങ്ങൾക്ക് വിമർശനമുണ്ട്, SFI-യെ കുറിച്ച് നിങ്ങൾക്ക് വിമർശനമുണ്ട്, DYFI-യെ കുറിച്ചുണ്ട്. പക്ഷെ അവർ തിരുത്താനെടുത്ത തീരുമാനത്തെ കാണുന്നില്ലേ? എവിടെയാണ് തിരുത്തിയത്? അവര് തിരുത്തിയതിന്റെ ഏതെങ്കിലും ഒരു ലക്ഷണം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടോ? മുഖ്യമന്ത്രിക്ക് മുകളിലൊന്നുമില്ലല്ലോ ഇവർക്ക്. മുഖ്യമന്ത്രി ക്ലിയറായിട്ട് പറഞ്ഞിട്ടല്ലേ SFI-ക്കാരുടെ ഈ ആക്രമണങ്ങളെ ക്ലിയറായിട്ട് ന്യായീകരിച്ചിട്ടല്ലേ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്? ഞാൻ നൗഷാദ് ഇരിക്കുന്ന സ്ഥലത്ത് ദയവേത് എന്നെ വിളിക്കരുത്. ദയവേത് നൗഷാദുള്ള സ്ഥലത്ത് എന്നെ വിളിക്കരുത്. കാരണം ഇത്രയും സമയം മിണ്ടാതിരുന്ന് കേട്ടിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അല്പസമയത്തിന് കേൾക്കാനുള്ളൊരു സഹിഷ്ണുത അങ്ങേക്ക് ഉണ്ടാവണം. ദയവേത് ഞാൻ മിണ്ടാതിരിക്കായിരുന്നില്ലേ ഇത്രയും? എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യം? എന്നെക്കാൾ ഏറെ സമയം നിങ്ങൾക്ക് ലഭിച്ചു. അല്ല, നിങ്ങളിപ്പോ കയറി ഇടയ്ക്ക് കയറി സംസാരിക്കാനല്ലേ വരുന്നത്? മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിനെ നിങ്ങൾ അതുപോലെ തന്നെ നിഷാദ്, ഈ ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഇന്ന് നൗഷാദിന്റെ കൊടുത്തിട്ടുള്ള സമയത്തിന്റെ സിംഹഭാഗവും 30-40 വർഷം മുമ്പുള്ള കേസ് മുതലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ നടക്കുന്ന അക്രമങ്ങൾ, അധ്യാപകർക്ക് നേരെ അധ്യാപകരുടെ കാല് വെട്ടിയെടുക്കുമെന്ന് പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ, അധ്യാപകർക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, 8 മാസം ഒരു ഇടിമുറിക്കുള്ളിൽ ഒരാളെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെ, സിദ്ധാർത്ഥിനെ, അവിടെ SFI നേതാവിൻ്റെ മുമ്പിൽ രാവിലെയും വൈകുന്നേരവും അടിവസ്ത്രം ധരിച്ച് ഒപ്പിടണം എന്ന് നിഷ്ഠൂരവും പൈശാചികവുമായ റാഗിംഗ് നടത്തിയ സംഭവവും അതിനെ തുടർന്ന് അയാളെ കെട്ടിത്തൂക്കി കൊല്ലുകയും ഭക്ഷണം പോലും കൊടുക്കാൻ ചെയ്തിട്ടുള്ള നടപടികളെക്കുറിച്ച്, അത് ആസ്വദിച്ച SFI-ക്കാരെ കുറിച്ച്, അങ്ങനെ ചെയ്ത് ഓരോ ദിവസവും ആസ്വദിക്കുന്ന SFI-ക്കാരെ കുറിച്ച് സമൂഹം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടാക്കാൻ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വെറ്റിനറി സർവകലാശാല അത് മുഴുവനും ഓവർ ടൈം ജോലി ചെയ്ത് സഹായം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച്, അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്തിരുന്നു. അന്ന് ആ കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസുകൾ വിവിധ ഘട്ടങ്ങളിലാണ്, തീർന്നു പോയ കേസുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ മുഴുവൻ ഈ കേരളം ഉണ്ടായത് മുതലുള്ള ആക്രമണങ്ങൾ വെച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇന്നത്തെ പ്രസക്തമായ കാര്യം എന്താണ്? സാൻജോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഈ സാൻജോസ് ആരെങ്കിലും ആക്രമിക്കാൻ കഴിയില്ല. സാൻജോസിനെ നൗഷാദ് കണ്ടിട്ടുണ്ടോ? ഒരു 50 കിലോ വെയിറ്റ് വരും. ഒരു 50 കിലോ വെയിറ്റേ വരുള്ളൂ. നമ്മളെ കളത്ര ഒരു കൊച്ചു പയ്യൻ. ആ പയ്യനെ ഈ നിങ്ങളുടെ അജയകുമാറിൻ്റെ മകനാണല്ലോ SFI-യുടെ അവിടുത്തെ സെക്രട്ടറി, പഴയ ഒറ്റപ്പാലം MP. അവനൊന്ന് തൊട്ട് ഒന്ന് തള്ളാൻ കഴിയുമോ അയാൾക്ക്? നിങ്ങൾ അയാളെ പോയി അയാളെ കാണണ്ടേ? ഒന്ന് വല്ല SFI-ക്കാരും പറഞ്ഞു തരുന്ന അവർ മെനയുന്ന ഒരു കഥ. എന്നിട്ട് ഈ വീഡിയോയിൽ അവർ പറയാണ്, നീ മണ്ഡലം സെക്രട്ടറി, എന്തിനിവിടെ കാര്യം? അതൊരു പുതിയ നരേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് നിഷാദ് ചോദിച്ചല്ലോ, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് അന്വേഷിച്ചു. ബാലു എന്ന് പറയുന്ന ആളാണ്, ഒരു പ്രായമുള്ള ആളാണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്. ഇനി മണ്ഡലം സെക്രട്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ശ്രീകാര്യം മണ്ഡലം കമ്മിറ്റി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മണ്ഡലം പ്രസിഡന്റിനെ മാത്രമേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ഇവരിങ്ങനെ ഒരു ഉണ്ടാക്കുകയാണ്. എന്തിനാണ് അയാൾ? ഈ പയ്യന് ആരാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസ് സെക്രട്ടറി വരുന്നു എന്ന് വരുത്തി തീർത്ത് ഈ കൊച്ചു പിള്ളേര് ലോ അക്കാഡമിയിൽ പഠിക്കുന്ന ഒരു പയ്യനെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് ഒരു പദവി കൊടുത്ത് ഇരുത്തിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്യാമ്പസ് ഭീകരതയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ 107 കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. എത്ര KSUക്കാർക്കെതിരെയും എത്ര യൂത്ത് കോൺഗ്രസ്സുകാർക്കുമെതിരെയും 107 കേസ് എടുക്കുന്നു, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ 8 വർഷക്കാലം കണക്ക് പരിശോധിക്കുന്ന നൗഷാദ്, കണക്ക് പരിശോധിക്കുക. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും എതിരായിട്ടാണ് ഈ 107 കേസെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഒരു കരിങ്കൊടി കാണിച്ചാൽ കൊലപാതക ശ്രമത്തിന് കേസെടുക്കുകയാണ്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കണം. നൗഷാദ് എത്ര കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്? നൗഷാദിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടോ? കരിങ്കൊടി കാണിച്ചാൽ, കോലം കത്തിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുന്ന ഒരു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നൗഷാദ് ഇവിടെ വന്ന് പഴയ കേസുകളുടെ കണക്ക് പറയുകയാണ്. ആ കണക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കണക്ക് പറയാം. പക്ഷെ ഇവിടുത്തെ പ്രസക്തമായ കാര്യം എന്താണ്? ഈ സംസ്ഥാനത്തെ ക്യാമ്പസുകളും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നടുങ്ങി വിറയ്ക്കുന്ന ഈ ക്യാമ്പസ് അക്രമത്തിനെതിരെ അക്രമം ഇല്ലാതാക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ഇല്ല എന്നാണല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരി, അല്ല അത് നൗഷാദിന്റെ മറുപടി എന്താണ്? അതായത് ഞങ്ങൾ തിരുത്തുകയാണ്, ഞങ്ങൾ ജനബന്ധം മെച്ചപ്പെടുത്താൻ പോവാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ ഇന്നത്തെ നിയമസഭാ സെഷൻ ഗുണം ചെയ്യും എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ ആക്രമണത്തെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അക്രമം കാണിക്കലല്ല, അതൊരു പുട്ടിന്റെ പേര്. തീർച്ചയായും അങ്ങനല്ല. പക്ഷേ നിങ്ങളിപ്പോ SFIയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ അധ്യാപകനോട് പെരുമാറുമ്പോൾ എന്റെ കയ്യിൽ മട്ടന്നൂർ കോളേജിലെ പ്രിൻസിപ്പലിനോട് KSU നേതാക്കന്മാരുടെ ഭീഷണി, KSU എന്താണെന്ന് കാണിച്ചു തരും, നിങ്ങളെ മര്യാദയ്ക്ക് വേണ്ടി ഇരുന്നോണം തുടങ്ങിയിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് പറയുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ അതും കൂടെ ചർച്ച ചെയ്യും. SFIയെ കുറിച്ച് ചർച്ച ചെയ്തോളൂ, SFIയെ കുറിച്ച് പറഞ്ഞുകൊള്ളൂ, അതിലെനിക്ക് തർക്കമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോ ഏറ്റവും ലൈവായിട്ടുള്ള കഴിഞ്ഞ ദിവസം നടന്ന അത് നിങ്ങളെന്തേ ചർച്ചയ്ക്കെടുക്കാത്ത? നിശ്ചയമായും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുക, കോളേജിൽ അതിക്രമം കാണിക്കുക, കയ്യൂക്ക് കാണിക്കുക എന്നത് എവിടെ നിന്നുണ്ടായാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. KSUവിന്റെ ഭാഗത്തുനിന്നും അത്തരം സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഓഫീസറുടെ മുഖത്ത് കരിയോലൊഴിക്കുക, ആൾക്കൂട്ടം കൂടി ആളുകളെ തല്ലുക എന്നീ പ്രശ്നങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തിരുത്തുകയാണ്, നവീകരിക്കുകയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘം ഈ നിലയ്ക്കുള്ള വ്യായാമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്ന ചോദ്യമാണ്. ജനം എന്തായാലും രണ്ടും കാണട്ടെ, വിലയിരുത്തട്ടെ. താങ്ക് യു സി നൗഷാദ്. ഒപ്പം തന്നെ വിൻസെന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിന്